ഞങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി 2 ദിവസം പറയും. നിങ്ങളോട് ആരാ പറഞ്ഞ്? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞ്? ഈ അല്ല പറയൂ, അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി. ഇന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഇല്ല, ഞാൻ മറുപടി തരില്ല. ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഇനി 2 ദിവസം പറയും. നിങ്ങളോട് ആരാ പറഞ്ഞ്? അല്ല, നിങ്ങളോട് ആരാ പറഞ്ഞ്? ഈ അല്ല പറയൂ, അത് നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി. ഇന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഇല്ല, ഞാൻ മറുപടി തരില്ല. ശരി, ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് കൂടി നമുക്ക് ചേരുകയാണ്. സനോജ്, കേട്ടതാണിപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഏഷ്യാനെറ്റിന്റെ മുതലാളി, കൈരളിയുടെ മാധ്യമപ്രവർത്തക സുലേഖ ശശികുമാർ, തിരുമല അനിൽകുമാർ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ്, നീ ഏത് ചാനലാണ്, നീ ചോദ്യങ്ങൾ ചോദിക്കേണ്ട, നീ അവിടെ നിന്നാൽ മതി. ചോദിച്ചത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഏഷ്യാനെറ്റിന്റെ മാധ്യമ മുതലാളി. വാലാട്ടി മാധ്യമപ്രവർത്തനം കൈരളിയോട് വേണ്ട എന്നുകൂടി ഞങ്ങൾക്ക് കൂടി പറയേണ്ടി വരുന്നുണ്ട്. സനോജ്, അത് ഈ കൈരളിയുടെ ചാനൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, റിപ്പോർട്ടർമാര് പല സ്ഥലത്തും ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് BJPയുടെ നേതാക്കൾ അങ്ങേയറ്റം അസഹിഷ്ണുതയോടുകൂടിയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സുരേഷ് ഗോപി നടത്തിയിട്ട ചില പ്രതികരണങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ കൈരളിയുടെ ആളുകൾ വളരെ കൃത്യമായി നേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിയുന്നില്ല അവർക്ക്. ഇവിടെ ഇപ്പോൾ ഉയർത്തിയ ചോദ്യം എന്താണ്? BJPയുടെ ഒരു കൗൺസിലർ കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പൊ ആത്മഹത്യയുടെ കാരണം കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആ കത്തിൽ തന്നെ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്, BJPയുടെ ചില നേതാക്കൾ ഉൾപ്പെടെ താല്പര്യത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ള സാമ്പത്തിക വെട്ടിപ്പാണ്. അപ്പൊ നിക്ഷേപകരിൽ നിന്ന് ധാരാളം പണം വാങ്ങി വെട്ടിച്ച് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉൾപ്പെടെ പങ്കുപറ്റിയെന്നും കാര്യങ്ങളെല്ലാം അവതാളത്തിലായപ്പോ എന്നെ സംരക്ഷിക്കാൻ ആളുണ്ടായിട്ടില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നാണ് ആ BJPയുടെ കൗൺസിലിൽ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഇത് സമൂഹത്തിനകത്ത് ചർച്ചയാകുകയും ആ ചർച്ചയെ തുടർന്നുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്ന ഘട്ടത്തിൽ ചാനൽ റിപ്പോർട്ടർമാരോട് അങ്ങേയറ്റം മോശമായ നിലയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിച്ചു പോകാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ആ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ലല്ലോ, കേരളത്തിലെ ഒരു ചാനലിന്റെ മുതലാളി കൂടിയാണല്ലോ. ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർമാരോട് മറ്റാളുകൾ പെരുമാറിയാലും അദ്ദേഹം ഇതുപോലെയാണോ പ്രതികരിക്കുക? അപ്പൊ ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ BJPയുടെ ജനപ്രതിനിധികളെല്ലാം ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ധിക്കാരം നിറഞ്ഞ നിലപാടുകളെ ജനാധിപത്യ സമൂഹം ചോദ്യം ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പ്രവണതയാണ്. ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ VK സനോജ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.